മഹിമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ആരംഭിക്കാം. ഫാദർ അഖിൽ പത്തിൽ വി സി, ഫാദർ ജോസ് തയ്യിൽ വി സി, ഫാദർ ജോസഫ് ഓനാട്ട് വി സി, ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പിലുമാക്കൽ വി സി. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ധ്യാനിച്ചതും ചിന്തിച്ചതും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. എന്നാൽ ഈ ഒരാഴ്ചക്കാലം ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലും നമ്മൾ സഭയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർത്തു പോവുകയാണ് അച്ഛന്മാരെ, ഈ സഭയെക്കുറിച്ച് ധ്യാനിക്കാനും നമ്മൾ ചിന്തിക്കാനും ഒക്കെ ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിത്രം, മാമോദിസയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞു കൊച്ചിനെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമുണ്ട്. മനോഹരമായ ചിത്രം. ദേവാലയത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾ ഈ നവജാത ശിശുവിനെയും കൊണ്ട് സഭയുടെ മുൻപിൽ വന്നിട്ട് സഭയിലെ വൈദിക ശ്രേഷ്ഠൻ അല്ലെങ്കിൽ വൈദികൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? ഈ ആഗ്രഹത്തോടു കൂടിയാണല്ലോ അവർ വന്ന് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ സഭയിൽ ഒരു അംഗമാകാൻ അവരാഗ്രഹിക്കുന്നു എന്ന് ശ്രേഷ്ഠമായ ഒരു വാക്ക് അന്ന് അതരം പോലും ചലിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു കുഞ്ഞു കൊച്ചിന് വേണ്ടി മാതാപിതാക്കള്, ജ്ഞാനസ്നാന മാതാപിതാക്കള്, വിശ്വാസത്തിന്റെ കാരണഭൂതരൊക്കെ അവർക്ക് വേണ്ടി ഏറ്റുപറയുന്നുണ്ട്. മനോഹരമായ ഒരു രംഗമാണ് സഭയെ സംബന്ധിച്ച്. കാരണം സഭയിൽ വീണ്ടും ഒരു ശിശു ജനിക്കുന്ന സുന്ദരമായ ഒരു മുഹൂർത്തമാണ് ആ ഒരു വേള. സഭയുടെ ഭാഗമാകുവാണ്. നമ്മൾ ഇന്നും ജീവിക്കുന്നതും ജീവിച്ച് മുന്നേറുന്നതും ഈ സഭയുടെ സമ്പത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സഭയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുന്നതും ഒന്ന് വിചിന്തനം ചെയ്യുന്നതും ഉചിതമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കാലയളവിൽ ഏറെ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രതിസന്ധികളുണ്ട് സഭയിൽ. എന്നാൽ കാലഘട്ടത്തിലൂടെ 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ ചവിട്ടി നിൽക്കുമ്പോൾ ഇത്രയേറെ നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചു സഭ. ഒരുപാട് പ്രതിസന്ധികൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും സഭ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു കപ്പൽ പോലെയാണ്. അത് സഭയുടെ ഒരു ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. അപ്പോൾ ഈ സഭയെക്കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് ധ്യാനിക്കാനായിട്ട് ഈ ഒരു ആഴ്ചക്കാലം നമുക്ക് ഉപയോഗിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാ. നമ്മള് സഭയെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാ. അച്ഛൻ ആദ്യം തുടങ്ങിയത് തന്നെ ഈ മാമോദീസ എന്ന് പറഞ്ഞാണല്ലോ. സ്വർഗം സന്തോഷിക്കുന്ന ഒരു സമയമാണ്. സഭയിലേക്ക് ഒരു അംഗം കൂടി വരുന്നു. അപ്പം ഇന്ന് ഒരുപാട് സംശയങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. സഭയിൽ അംഗമാകുന്നത് എന്തിനാണ് സഭ? കാര്യം ഈ സഭ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു സ്ട്രക്ചറാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതാണോ യഥാർത്ഥത്തിൽ സഭ എന്ന് സഭ പഠിപ്പിക്കുന്നത്? എന്താണ് സഭ? ഇന്ന് പല യുവജനങ്ങളും അല്ലെങ്കിൽ യുവതി യുവാക്കളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, സഭയിൽ എന്തിനാ നിൽക്കുന്നത്? പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെയാണ് നമ്മൾ ഈ റിലീജിയോസിറ്റിയും സ്പിരിച്വാലിറ്റി ഒക്കെ. സ്പിരിച്വാലിറ്റി പോരെ, എന്തിനാണ് റിലീജിയോസിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. എനിക്ക് നേരിട്ട് ദൈവവുമായിട്ട് പ്രാർത്ഥിക്കാം, ബന്ധപ്പെടാം, എല്ലാം ചെയ്യാം. അതിന് ഈ സഭ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? കാര്യം സഭയുടെ പേരിൽ പല അലിഗേഷൻസും കാര്യം ഈ ഒരു കാലഘട്ടം അങ്ങനത്തെ കാലഘട്ടമാണ്. അപ്പൊ എന്തിനാണ് ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഈ സഭയ്ക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വരുമ്പോഴാണ് അവർ ഒരുപാട് മടിക്കുന്നത് ഈ സഭയിൽ നിൽക്കാൻ. എന്തിനാണ് ഇതിന്റെ ആവശ്യം? നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ. അത് സഭ എന്താന്ന് മനസ്സിലാക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് സഭ വേണ്ടത്, സഭ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാത്ത എനിക്ക് തോന്നുന്നു. സഭ എന്താണ് എന്ന് പറയുന്നതിനേക്കാൾ ഹൂ ഈസ് സഭ എന്ന് പറയുന്നതായിരിക്കും. ഹൂ ഈസ് ദിസ് ചർച്ച്? കാര്യം സഭ എന്നത് ക്രിസ്തു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആരംഭിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് ആരംഭിക്കും? സഭയുടെ ഒരു തുടക്കം അത് എങ്ങനെയായിരിക്കാം? പുതിയ നിയമത്തിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ അതെങ്ങനെ ഒന്ന് ജന്മം കൊള്ളുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഒരു നമ്മുടെ 2000 വർഷം പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ 2000 വർഷം ഉള്ളോ സഭയുടെ പാരമ്പര്യം എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സഭ ഇപ്പം ഒരു ജൂബിലി വർഷത്തിലാണല്ലോ, 2025 എന്നൊക്കെ പറയും. പക്ഷേ ഈ 2025 മാത്രം ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. അതായത് ഈശോ സ്ഥാപിച്ചതായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല സഭ. പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ ആദ്യം മുതലേ ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന നാൾ മുതലേ പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് ഒരു ജനത്തെ തിരഞ്ഞെടുക്കുക. അതിനകത്ത് ആദവും ഹവ്വായും എല്ലാം പരാജയപ്പെട്ടു, നമുക്കറിയാം. എന്നാൽ ചരിത്രപരമായിട്ട് ബൈബിൾ ആരംഭിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നത് അബ്രാഹത്തിന്റെ വിളിയോടുകൂടിയാണ്. അവിടെ അബ്രാഹത്തെ വിളിക്കുമ്പോൾ തന്നെ ദൈവം അബ്രാഹത്തോട് പറയുന്നത് നിന്നെ ഒരു ജനതയാക്കൂ എന്നാണ് പറയുന്നത്. നിന്നിലൂടെ ഒരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. അപ്പം അനുസരണത്തോടുകൂടെ അബ്രാഹാം ദൈവത്തിന് മുമ്പിൽ നിന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആ വാഗ്ദാനം അവനിലൂടെ നിറവേറ്റി തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു മുൻപോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സീനായി മലയിൽ വെച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം കാണുന്നത്. അവിടെ സീനായി മലയിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സമൂഹത്തോട്
ദൈവം പറയുന്നു, അല്ല ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. അതായത് ഭൂമി മുഴുവൻ എൻ്റേതാണ്, ഭൂമിയിലുള്ള എല്ലാ ജനപദങ്ങളും ദൈവത്തിൻ്റെതാണ്. എന്നാൽ പോലും ദൈവം തനിക്കായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്വന്തം ജനതമുണ്ട്, തൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു സ്വന്തം ജനമുണ്ട്. അപ്പം എല്ലാവരിലും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായിരുന്നു ജോസച്ചൻ പറഞ്ഞ പോലെ ഈ വചനത്തെ വെച്ച് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും എന്ന് പറയുമ്പം അടുത്തൊരു അനുസരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ദൈവത്തിന്റെ ജനമാകുക എന്ന് പറഞ്ഞാൽ അനുസരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ യുവാക്കന്മാർക്ക് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഒരു അനുസരണമാണ്. ഇപ്പം നമ്മുടെ സഭയിൽ സ്ട്രക്ചേർഡ് ഫോം വികാരിച്ച് അനുസരിക്കണം, പാരിഷ് കൗൺസിൽ പറയുന്ന അനുസരിക്കണം, പിന്നെ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഇന്ന പ്രായത്തിൽ ആ കൂതാശ സ്വീകരിക്കണം. ഇപ്പോൾ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ ഒരു സ്ട്രക്ചേർഡ് ഫോമിലൂടെ കടന്നു പോകണം. അപ്പൊ കൂതാശകളിലൂടെ പോകാനാണ് പോകാൻ താല്പര്യമില്ലാത്തത്. കാരണം അവർ പറയുന്നത് ആ ഒരു മേഖലയിലൂടെ പോയി കഴിഞ്ഞാൽ, ഈ സഭയുടെ ഉള്ളിലെ സ്ട്രക്ചേർഡ് ഫോമിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. യുവക്കന്മാർക്ക് അത് കൂടുതലുണ്ട്. കാരണം കുറച്ചും കൂടെ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്, ആ കാലഘട്ടമാണ്. ആ സമയത്ത് സഭ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ചിന്ത യുവക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്ട്രക്ചേർഡ് ഫോമിനെ വേണ്ടാന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ജനമാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിലെ ജനമാകണമെങ്കിൽ ഈ അനുസരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെ മറന്നൊരു സ്പിരിച്വൽ ലൈഫ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഈ സഭ എന്നുള്ളത് ഈ 2000 അല്ലെങ്കിൽ 2025 വർഷമല്ല, അത് ദൈവം ആഗ്രഹിച്ച ഒരു സാധനം. ദൈവം ആഗ്രഹിച്ച ഒരു സ്വന്തം ജനം ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും. നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യുവജനങ്ങളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ പ്രതി നിങ്ങൾ സന്തോഷങ്ങളല്ല ഉപേക്ഷിക്കണമെന്ന് ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ക്രിസ്തുവിന്റെ വചനം പാലിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അവൻ സ്നേഹിക്കാൻ പറഞ്ഞു. ആ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷത്തെക്കാളേറെ നമുക്ക് മറ്റെന്ത് സന്തോഷമുള്ളൂ? അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മള് ചില കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ പറയുന്നത് സഭയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫ്രീഡം ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഫ്രീഡം ഉള്ളത് എപ്പോഴാ? ഈ സഭയിൽ നിന്നുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഫ്രീഡത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ സമയമെടുക്കും. കാരണം നമ്മൾ തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തില്ല. അത് അവിടെ ആയപ്പം നമ്മൾ പള്ളിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന യുവക്കന്മാരെ കണ്ടിട്ടുണ്ട്. ബന്ധപ്പെടാതെ പുറത്ത് ഒരു ഇടവക, എല്ലാ ഇടവകയിലും ഉണ്ട് 2 തരത്തിലുള്ള യുവക്കന്മാരുണ്ടല്ലോ. പക്ഷെ അവർ പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പൊ KCYM സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന യുവക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം പള്ളിയാണ്. അവരാ ഡോക്ടർ പറഞ്ഞാൽ ആ ഹാപ്പിനെസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് കൂട്ടായ്മയുടെ സന്തോഷമാണ് അതെന്ന് പറയുന്നത്. നമ്മളിപ്പം ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതല്ല ഫ്രീഡം ഫ്രം, ഫ്രീഡം ടു. അപ്പൊ ഈ ഫ്രീഡം ഫ്രം എന്ന് പറയുന്ന ചില തിന്മകളൊക്കെ ഉണ്ടാവാം. ആ തിന്മകളിൽ ചില സന്തോഷങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ആ സന്തോഷങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലേ നന്മകൾ ചെയ്തുള്ള ഒരു ഫ്രീഡം ടു, നന്മകൾ ചെയ്ത് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ, യേശുവിൽ വിശ്വസിക്കുന്നതിനെ പ്രതി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ പ്രതി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെ പ്രതി ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും അഖിലച്ചനും ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പോൾ ഒരു പെന്തക്കോസ്ത് സഹോദരൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്: അച്ഛാ, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ, നിങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ആതുരാലയം നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വലിയ ശക്തമാണല്ലേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതൊക്കെയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഈ ഒരു റിച്വലിസ്റ്റിക് ചർച്ച് അല്ല, അത് നമ്മളെ പിശാച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ റിച്വലിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് സഭ ഉള്ളൂ എന്നുള്ളതൊക്കെ. മറിച്ച് റിച്വലിനേക്കാളേറെ ഈശോ പറഞ്ഞ സ്നേഹത്തിന്റെ നിയമം, ആത്മാവിന്റെ നിയമം, അതിലൂടെ സഞ്ചരിക്കുന്ന, ചലിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഭയെന്ന് പറയുന്നത്. നമ്മൾ ഈ സഭയിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷത്തെക്കുറിച്ച് നമ്മളിപ്പം പറഞ്ഞു വരികയാണ്. ലോകം ഒരു സന്തോഷം തരും, ആത്മീയ കാര്യങ്ങൾ നമുക്കൊരു സന്തോഷം തരും. സന്തോഷത്തിന് 2 തലങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിനൊരു സുഖം തരാൻ പറ്റും. ഈ ആദവും ഹവ്വയും ബൈബിളിൽ ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അത് ആസ്വാദ്യമായിരുന്നു, കണ്ണിന് കൗതുകകരമായിരുന്നു. അത് ലോകം തരുന്ന ഒരു സന്തോഷം, അതിനൊരു ഭംഗിയുണ്ട്. ഈ ലോകത്തിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയോട് മദ്യപാനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പുള്ളിക്ക് പറയാനുണ്ട്. പുള്ളി അത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് അഡിക്റ്റ് ആയി പോകുന്നത്. ലഹരി പദാർത്ഥങ്ങൾ. ഈ ലോകം ഒരു സന്തോഷം തരും, ഈ ലോകത്തിന്റെ സന്തോഷം തരാം, അതാണ് അവരുടെ സന്തോഷം. എന്നാൽ ഈ സന്തോഷങ്ങൾക്കെല്ലാം അപ്പുറം കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആത്മീയ ആനന്ദം സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടും.
അതുകൊണ്ടാണ് ദാവീദ് പലപ്പോഴും കർത്താവിനെ പരാമർശിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പരാമർശിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയും, കർത്താവ് എത്ര നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ടേസ്റ്റ് ഹിം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ രുചി അറിയുക, അവനെ ഒന്ന് ആസ്വദിക്കുക. അതുകൊണ്ടാണ് ദാവീദിന് എത്ര വലിയ സൈന്യം വന്നാലും ഈ രുചി അറിയാവുന്നവനുകൊണ്ട് അവൻ ഇവിടെ നിൽക്കും, പടക്കളത്തിൽ നിൽക്കും. കാരണം ഇവനറിയാം ദൈവം ആശ്രയമാണ്, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത് ദൈവം നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ നൽകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ദൈവാരാധന നൽകുന്ന ഒരു സന്തോഷമുണ്ട്, പരിശുദ്ധ കുർബാന തരുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മീയ ആനന്ദം, ആത്മീയ നിറവ്. ഈ വിശുദ്ധരൊക്കെ ഈ ചൈതന്യത്തിന്റെ മൂർത്തിഭാവത്തിൽ നിന്നപ്പോൾ അവർ ദൈവവുമായിട്ട് ഒന്നായി, അങ്ങനെ പറയുന്ന വിശുദ്ധരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സന്തോഷമാണ്. ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് സഭയിലേക്ക് വായോ, ഈ സഭയിൽ ഒന്ന് നിലനിൽക്കുക. ദൈവം ഈ സന്തോഷം ലോകത്തിന് ഉണ്ട്. ലോകം നൽകുന്നത് പോലെയല്ല എൻ്റെ സന്തോഷം എന്ന് ദൈവം പറയുന്നുണ്ട്. ദൈവത്തിന്റെ സന്തോഷം മറ്റൊരു തലമാണ്, ഒരു ആത്മീയ ആനന്ദമാണ്. അച്ഛൻ പറഞ്ഞ ഈ കർത്താവിനെ രുചിച്ചറിയുവൻ, നമ്മൾ ഈ പഴയ നിയമത്തിലേക്കൊക്കെ പോകുമ്പം ഈ കർത്താവിനെ രുചിച്ചറിയുവൻ എന്നെല്ലാം പറയുമ്പം ഇവരെല്ലാം കൂട്ടായ്മയോട് ചേർന്ന് നിന്നാണ് ഈ രുചിച്ചറിയുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിലേക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അവരേറ്റവും ആനന്ദം കണ്ടെത്തിയതെപ്പോഴാണ്? ഈ ഒരുമിച്ച് വരുന്ന കൂട്ടായ്മ, അപ്പം മുറിക്കൽ ശുശ്രൂഷ, ഇതിലെല്ലാമാണ് അവർ ആനന്ദം കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് അവർ കർത്താവിന്റെ രുചിച്ചറിയുന്നത്. അവിടെയാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയും റിലീജിയോസിറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതെന്റെ ഇൻഡിവിജ്വലാണ്. അപ്പൊ ഇവിടെ പലവരും വിചാരിച്ചിരിക്കുന്നത് ഈ രുചിച്ചറിയുന്നത് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് രുചിച്ചറിയാം. ശരിയാണ്, ഓക്കെ, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് സ്പിരിച്വാലിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ക്രിസ്തു അതുകൊണ്ടാണല്ലോ, ക്രിസ്തു കൂട്ടായ്മയാണല്ലോ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ക്രിസ്തു വിളിച്ചപ്പോഴും 12 ശിഷ്യന്മാരെ ഒരുമിച്ചാണ് വിളിച്ചത്. വേണമെങ്കിൽ ഒരാളെ തന്നെ വിളിക്കാമായിരുന്നു, ആ ഒരാളോട് തന്നെ പറയാമായിരുന്നു. പത്രോസിനെ മാത്രം വിളിച്ചിട്ട് പത്രോസിനോട് പറയാമായിരുന്നു. പക്ഷെ എവിടെയെല്ലാം ക്രിസ്തു ഉണ്ടോ ഒക്കെ എവിടെയെല്ലാം കൂട്ടായ്മയെ വെച്ചാണ് പറയുന്നത്. കാര്യം ക്രിസ്തുവിനറിയാം ഈ കൂട്ടായ്മയിൽ അനുഭവിച്ചറിയുന്ന ആ ഒരു രുചി മറ്റൊരിടത്തും കിട്ടത്തില്ല. അപ്പൊ സഭ എന്നുള്ളത് ഒരു കൂട്ടായ്മയാ. തീർച്ചയായിട്ടും ക്രിസ്തു ഒരു കൂട്ടായ്മയായെന്ന് പറഞ്ഞില്ലേ, പിതാവ് പുത്രന്റെ പരിശുദ്ധ ദൈവം ഒരു കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനം പോലും ഒരു കൂട്ടായ്മയാണ്. അച്ഛൻ പറഞ്ഞു സഭയ്ക്ക് കേവലം 2000 വർഷത്തിന്റെ ഒരു പാരമ്പര്യമല്ല ഉള്ളത്, അതിനപ്പുറമാണ് സഭ. സഭ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്വപ്നം അത് സ്ഥാപിതമാക്കുന്നത് പുത്രനായ ദൈവം ഇന്നും ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സഭയെ മുൻപോട്ട് ചലിപ്പിക്കുന്നത് ആത്മീയ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് സഭ തന്നെ ഈ കൂട്ടായ്മയുടെ വലിയൊരു സൂചന, ഒരു അടയാളമാണ്. ഇന്ന് സഭ നിലനിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ സഭയെ കാണുകയാണ്, പരിശുദ്ധ സിംഹാസനത്തിലേക്ക് നോക്കുകയാണ്, ജീവിക്കുന്ന ഒരു അടയാളമാണ്. പിതാവിന്റെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നത്, അത് സ്ഥാപിതമാക്കിയിരിക്കുന്നത് പുത്രനായ ദൈവം, അതിനെ ഇന്നും പ്രാബല്യത്തിൽ ജീവിക്കുന്നവനായി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലുള്ള അച്ഛൻ പറഞ്ഞ ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ചു. ആ കൂട്ടായ്മയിൽ കിട്ടുന്ന ഒരു സന്തോഷവും ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന സന്തോഷം രണ്ടാണല്ലോ. പക്ഷേ അതാണ് ആ കൂട്ടായ്മ കിട്ടുന്ന സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്ന സഭയിലെ സന്തോഷം എന്ന് പറയുന്നത്. ആ കൂട്ടായ്മ ഇത് ഇൻഡിവിജ്വലാന്ന് പറഞ്ഞത്. തിരിച്ച് ഇത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു രണ്ടാണ്. ഈ രണ്ടും രണ്ടാണ്, പക്ഷെ ഈ രണ്ടും വേണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അച്ഛാ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയും വേണം, സമൂഹമായ പ്രാർത്ഥനയും വേണം. ഇത് രണ്ടും വേണം. പക്ഷെ ഇന്ന് ഈ സ്പിരിച്വാലിറ്റിയും റിലീജിയോസിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വരുമ്പോൾ ഇത് രണ്ടിനെ രണ്ടായിട്ട് അവർ കണക്കാക്കുകയാണ്. ഇത് രണ്ടിലും ഇത് മതി എന്ന് പറഞ്ഞ് ഒരു മാർഗത്തിൽ പിടിക്കുമ്പോൾ അത് അപകടകരമായി മാറുക. കാരണം നമ്മൾ സ്വയമേ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ദൈവം സാധ്യമായിരിക്കുന്ന രക്ഷാമാർഗങ്ങളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ കൂദാശകൾ കൃപയുടെ സ്രോതസ്സാണ്. നമ്മുടെ ആത്മീയ ബന്ധത്തിൽ നിന്നും കിട്ടാവുന്നതിലപ്പുറം ഒരു കൃപയുടെ സ്രോതസ്, കൃപയുടെ ഒരു ഒഴുക്ക്, അത് ഈ കൂദാശകളെ, കൃപയുടെ സമൃദ്ധി കിട്ടുന്നത് കൂദാശകളിലാണ്. അപ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ഏറ്റവും അറ്റാച്ച്ഡ് ബന്ധം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൂദാശകളിലാണ്. പരിശുദ്ധ കുർബാന ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ എത്ര വ്യക്തിപരമായ പ്രാർത്ഥനകൾ തപസ് ചെയ്തിരുന്നു കൂടിയാലും ഒരു ഒറ്റ വിശുദ്ധ കുർബാനയെ നമുക്ക് കിട്ടുന്നൊരു സാന്നിധ്യം ഉണ്ടല്ലോ, ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്ന ആ പോയിന്റ് നമുക്കൊന്നും കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ ഈ കൃപയുടെ സ്രോതസ്സുമായിട്ട് നമ്മൾ നിൽക്കണം. അതുകൊണ്ടാണ് കൂട്ടായ്മയിലുള്ള നമ്മുടെ ഈ സാന്നിധ്യം. കൂദാശകളെല്ലാം സഭയിലേ ഉള്ളൂ. സഭയിലൂടെയാണ് ഈ കൂദാശകളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന, സഭയിലാണ്. മറ്റൊരു കാര്യം പറയുന്നത്, എല്ലാവരും പറയുന്നത് നമ്മൾ ബൈബിള് അനുസരിച്ച് ജീവിക്കുക, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജീവിക്കുക, അങ്ങനെ ജീവിച്ചാൽ പോരെ. ബൈബിളിൽ കൂദാശകളെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. ഓക്കെ, ഉണ്ട്. നമ്മുടെ തിയോളജിക്കലി നമുക്ക് ഉറപ്പായിട്ടും അതിന് നമുക്ക് പറയാം ക്രിസ്തു സ്ഥാപിച്ചതാണ് കൂദാശകൾ എന്നല്ല. പക്ഷെ എല്ലാവരും പറയുന്നു, ബൈബിളിൽ പറയുന്നു 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഈ സഭയുടെ കൂദാശകളും കാര്യങ്ങളും. പക്ഷെ ഈ പറയുന്നവർ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, ബൈബിൾ എങ്ങനെയാ വന്നത്? സഭയിലൂടെയാണ് നമുക്ക് ഈ ബൈബിൾ കിട്ടിയിരിക്കുന്നത്. സഭയില്ലെങ്കിൽ ബൈബിളില്ല, സഭയിലൂടെയാണ് നമുക്ക് ബൈബിൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ബൈബിള് തന്ന സഭയെ വേണ്ട എന്ന് പറയുകയും
ബൈബിൾ സഭ തന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വ്യക്തികൾ എഴുതി, അതല്ലാതെ സഭ ഇരുന്ന് കുറച്ച് പേര് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു സാധനം അങ്ങനെയല്ല. പക്ഷേ ഇത് സഭ തന്നതാണ് ഈ ബൈബിൾ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറയുന്നത് തന്ന സഭയെ വേണ്ട, ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം, ഒരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നുണ്ട്, ഒരു അർത്ഥമില്ലാതെ വരുന്നുണ്ട്. ഇത് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ഈ യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നുണ്ട് ലേഖനത്തിൽ, ഞങ്ങൾ കേട്ടതും കണ്ടതും സ്വന്തം അനുഭവിച്ചറിഞ്ഞതുമായ ഒരു തിരുവചനത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു സാക്ഷ്യമാണല്ലോ. അവര് കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ, അനുഭവിച്ചതറിഞ്ഞതുമായ കാര്യങ്ങൾ കൈമാറപ്പെട്ടു. ഇന്ന് സഭയുടെ ജീവിക്കുന്ന സാക്ഷ്യം ദൈവത്തെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ഞങ്ങൾ കണ്ട് അനുഭവിച്ച ഒരു തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ഒരു സാക്ഷ്യ ജീവിതമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സത്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലുള്ള ഒരു സത്യം വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നും നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ അപ്പുറം സഭയുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് സഭയുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചില കാര്യങ്ങളെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് തെറ്റുപറ്റും. ഉറപ്പായിട്ടും. എന്നാൽ ഈശോ എവിടെയാണ് നമ്മൾ ബൈബിളില് പുതിയ നിയമത്തില് ഈ സഭ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുന്നത്? യേശു ആരാണെന്നുള്ളത് പത്രോസ് ഏറ്റു പറഞ്ഞ് പത്രോസിന് ആ ബോധ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് ഈശോ പത്രോസിനെ സഭയുടെ തലവനാക്കുന്നത്. കാര്യം അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവന് മനസ്സിലായി യേശു ആരാണെന്ന്. അപ്പോൾ യേശു പറയാണ്, നീ പത്രോസെ, നീ പാറയാണ്, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അവിടെ ഒരു സ്ഥാനം കൊടുക്കുവാണ് പത്രോസിന്. അപ്പം നമ്മളിപ്പം ഒരു ഹൈറാർക്കി വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവിക സംവിധാനത്തെ നമ്മൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ലയോ 14 മാർപ്പാപ്പ 267 മാർപ്പാപ്പയായിട്ട് സഭയിൽ നിൽക്കുക. ഇത്രത്തോളം കണ്ടിന്യൂറ്റി വേറെ ഏത് പ്രസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കും? അപ്പം ദൈവം സ്ഥാപിച്ച ഒരു ചട്ടക്കൂടാണത് മാർപ്പാപ്പയാകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭീഷണികളുണ്ടായി, ഒരുപാട് പേര് ഇതിനെ തകർക്കാൻ നോക്കി, പീഡനങ്ങൾ ഉണ്ടായി. ഈ സഭ എന്നേക്കുമായി തകർക്കാൻ വേണ്ടി പീഡനങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷേ അപ്പൊ എന്നിട്ടും സഭ വളർന്നുകൊണ്ടിരിക്കുക. അതിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, 300 വർഷക്കാലം 10ഓളം റോമൻ ചക്രവർത്തിമാരെന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള ചക്രവർത്തിമാര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാതെ വളർന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനവും തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെന്നുടെ ഒരു മുന്നേറ്റമാണ് സഭ. കാര്യം ഇത് രക്തസാക്ഷികളുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ എന്നൊക്കെ നമ്മൾ കുർബാനയിലൊക്കെ അനുസ്മരിക്കുമ്പോൾ അത് സത്യമായിട്ട് അത് അങ്ങനെ തന്നെ ആയിരുന്നു. കാര്യം ഇവര് മുന്നിൽ കണ്ടത് യേശുവിൻ്റെ കുരിശുമരണം തന്നെയാണ്, യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ തന്നെയാണ്. ആ പീഡാനുഭവങ്ങൾ മാത്രമല്ല, അവൻ്റെ ഉത്ഥാനവും രണ്ടാമത്തെ വരവിനെയും കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഈ സഭയോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചു. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിച്ചു. അവിടെ ഒരു കൂട്ടായ്മയുണ്ടായി. ആ കൂട്ടായ്മ ശക്തിപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. പിന്നെ മറ്റൊരിടത്ത് പറയുന്ന, അവരുടെ ഇടയിൽ ദരിദ്രരായി ആരും ഉണ്ടായിരുന്നില്ല, അവർ ഏക ആത്മാവും ഏക മനസ്സുമായിരുന്നു. ഇതെല്ലാം ആ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ശക്തിയാണ്. ആ കൂട്ടായ്മയോട് ചേരാൻ അനേകർ ആഗ്രഹിച്ചു. തനിച്ചൊരാൾ നിൽക്കുന്നതിനകത്തല്ല, ഇവരൊരു കൂട്ടായ്മയിൽ ഇവരുടെ സ്നേഹം. ഈ തനിച്ചെന്നുള്ള ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി വരുമ്പോൾ കൊണ്ടാകുന്ന വിഷയം അതാണ്. നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോവും, നമ്മുടെ നിഗമനങ്ങൾ തെറ്റിപ്പോവും, വ്യാഖ്യാനങ്ങളിൽ തെറ്റിപ്പോവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 15-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ വളരെ ശക്തി പ്രാപിക്കുന്നത്. ഇന്ന് അത് എത്രത്തോളം സഭകളാണുള്ളത്? നമ്മളിപ്പം പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയേറെ സഭകളാണ്. കാരണം എന്താണ്? ഒരു വ്യാഖ്യാനം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾക്ക് പുതിയ സഭയാകാം. അയാളോട് ഇഷ്ടപ്പെടുന്ന കുറച്ചേറെ പേർക്ക് അതിനകത്ത് ചേരാം. അങ്ങനെ അവർക്ക് ഒരു സഭയായിട്ട് തുടരാം. ഒരുപാട് വ്യക്തി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വന്നു, അത് അതുപോലെ തന്നെ നശിച്ചും പോയിട്ടുണ്ട്. അതായത് സഭയുടെ ചില തീരുമാനങ്ങളോടോ ചില പ്രബോധനങ്ങളോടോ ചേരാതെ വരുമ്പം അവരതിൽ നിന്ന് വിഘടിച്ചു പോകും. പക്ഷെ എന്നാലും ഈ സത്യസഭയായ കത്തോലിക്ക സഭയ്ക്ക് അവിടെ യാതൊരു കോട്ടവും പറ്റാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ പറയത്തില്ലേ, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരേ പ്രബോധനത്തിലും ഒരേ കൂട്ടായ്മയിലും ഒരേ വിശ്വാസത്തിലും നിലനിൽക്കുന്ന സമൂഹമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതിനകത്ത് അന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ച, അല്ലെ ശിഷ്യന്മാര് ശ്ലൈഹികമായ സഭയിൽ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രബോധനങ്ങളിൽ നിന്നും ഇന്നും നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്.
മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം അത് ഈ കൂട്ടായ്മയുടെ വലിയൊരു ഫലമാണ്. അതിന്റെ തുടക്കത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ആൻസൈറ്റി സംശയം തോന്നി. തുടക്കം എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞ പോലെ പിതാവായ ദൈവത്തിന്റെ സ്വപ്നമായ സഭയെ പുത്രനായ ദൈവത്തിലൂടെ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവായ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ അതിനകത്തൊരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കാര്യം നമ്മൾ 2000 വർഷത്തെ പാരമ്പര്യം അതിന്റെ ജൂബിലിയൊക്കെ പറയെങ്കിലും അത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രക്ചർഡ് ഫോം ആയതിനു ശേഷമുള്ള ഇതിലല്ലേ. പക്ഷേ ശരിക്കും സഭ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ സ്വപ്നത്തില് സഭ തുടക്കം തൊട്ടേ പിതാവായ ഉണ്ട്. ദൈവത്തിന്റെ സ്വപ്നം എന്താ? ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു, അപ്പം ഇനി രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നു. അവൻ കുരിശിൽ മരിച്ചത് എന്തിനാ? നമുക്ക് രക്ഷ തരാൻ വേണ്ടി. ഇനി അവൻ കുരിശിൽ മരിച്ചു, ആ രക്ഷ ഇനി നമുക്ക് കിട്ടണമെങ്കിൽ പിതാവായ ദൈവം മനസ്സിൽ കണ്ട ഒരിതാണ് ഈ സഭ എന്നുള്ളത്. അപ്പോഴാണ് ഈ സഭയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്തു നേടിത്തന്ന രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ സഭയിൽ നിലനിൽക്കണം എന്ന് പറയുന്നത്. അപ്പൊ രക്ഷ നേടണമെങ്കിൽ നമ്മൾ സഭയിൽ നിലനിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് പരിശുദ്ധാത്മാവിനിലൂടെ ഈ സഭ മുന്നോട്ട് ഇപ്പോൾ നയിക്കപ്പെടും. മാർപ്പാപ്പയോ അല്ലെങ്കിൽ കർദിനാൾ സംഘമോ മെത്രാന്മാരോ അല്ല സഭയെ മുന്നോട്ട് നയിക്കുന്നത്. സഭയെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, എത്രയെല്ലാം സംശയങ്ങൾ വന്നു, സഭ നിലനിൽക്കുന്നു. കാര്യം അതെ, ആര് വീണു പോയാലും ഈ നയിക്കുന്ന ചിലപ്പം വൈദികർ ഭാഗം തെറ്റുകൾ വന്നാലും നയിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് സഭ നിലനിൽക്കും. വ്യക്തിപരമായ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ആത്യന്തികമായി എടുത്താൽ സഭയുടെ പ്രബോധനങ്ങൾ തെറ്റിയിട്ടില്ല. അതായത് നെപ്പോളിയൻ നമുക്കറിയാം യൂറോപ്പിൽ വളരെ ശക്തമായിട്ടുള്ള വിപ്ലവം നയിക്കുകയും കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിയുകയും നമ്മുടെ ദേവാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു. പുള്ളി ഒരു കാർഡിനലിനോട് ഒരിക്കൽ പറഞ്ഞു, നീ വിശ്വസിക്കുന്ന നിന്റെ സഭയെ, കത്തോലിക്ക സഭയെ ഞാൻ നശിപ്പിച്ച് നാരായണക്കല്ലുണ്ടാകും, അതായത് അതിൻ്റെ അസ്ഥിവാരം ഞാൻ തോണ്ടും. ഇപ്പൊ ഈ കാർഡിനലിന് പറഞ്ഞ ഒരു മറുപടി വളരെ വ്യക്തമാണ്. ഞങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് ഇത്രയും വർഷക്കാലം പരിശ്രമിച്ചിട്ട് പോലും സഭയെ തകർക്കാൻ സാധിച്ചിട്ടില്ല, പിന്നെ പുറത്തു നിന്നുള്ള നീ എന്ന് പറഞ്ഞു. അതിപ്പോൾ സഭയിലുള്ളവരിൽ പോലും ചിലപ്പോൾ തെറ്റുകൾ കൊണ്ടും കുറ്റങ്ങൾ കൊണ്ടും ഒക്കെ സഭയ്ക്ക് കുറച്ച് കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. ഇവിടെ ഈശോ വളരെയേറെ ശ്ലാഘിക്കുന്നുണ്ട് പത്രോസിനെ. പത്രോസെ, നീ പാറയാണ്, നീയല്ല സംസാരിച്ച്, നിന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ്. തൊട്ടടുത്ത നിമിഷം ഈ പത്രോസ് ഈശോയുടെ കുരിശുമരണത്തെ തള്ളിപ്പറയാണ്. അവിടെ ഈശോ പറയുന്നത് നിന്നിലൂടെ സംസാരിക്കുന്നത് പിശാചാണ്, പിശാചിന്റെ രൂപിയാണ്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും സഭയിലുണ്ട്. ഒരു ദൈവികമായിട്ടുള്ള ഒരു ഭാവമുണ്ട്, അത് കണക്കിന് ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഭാവമുണ്ട്. പക്ഷെ ഈ മാനുഷിക ഭാവങ്ങളിൽ വരുന്ന തെറ്റുകളിൽ പോലും ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനത്താലും പിതാവായ ദൈവത്തിന്റെ വലിയ കരുണയാലും പുത്രന്റെ വലിയ സാന്നിധ്യത്താലും അവയെല്ലാം നിരന്തരം നവീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് സഭ ഇന്ന് ഇത്ര വർഷക്കാലങ്ങളിലും നൂറ്റാണ്ടുകളിലും നിലനിൽക്കുകയും ഇനി എന്നും നിലനിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗാനത്തോടുകൂടി ഏതായാലും ഈ അച്ഛൻ ഇതും പിടിച്ചോണ്ടുകൂടി ഇരിപ്പുണ്ടല്ലോ, അച്ഛന് നമുക്കൊരു അവസരം കൊടുക്കണമല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഇത് അവസരം. ഇത് പാട്ടച്ച വേണ്ടേ? സ്നേഹന്മാരിൽ നിറഞ്ഞ പൂ ശക്തിയെ നയിക്കണേ. നമുക്കറിയാം പെന്തക്കോസ്ത് നാളിലാണ് അജ്ഞരായിട്ടുള്ളത് വെറും മുക്കന്മാരായിരുന്നല്ലേ. അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ 40 ദിവസക്കാലം ഈശോ അവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ ശക്തിയോടെ ധൈര്യത്തോടെ പ്രഘോഷിക്കാൻ അവർക്ക് സാധിച്ചു. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സഭയുടെ വലിയ പ്രേക്ഷിതരായിട്ട് മാറാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ആ ഒരു ഈരടികൾ ഒരുമിച്ച് പാടി ശിലഹന്മാരോടുകൂടെ അവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞ പൂ ശക്തിയെ നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പൂ ശക്തിയെ നയിക്കണേ. ഇനിയും പരിശുദ്ധാത്മാവിന് വലിയ ചൈതന്യം സഭയിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക സഭയാണ്, ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ചില ചട്ടക്കൂടുകൾക്കെല്ലാം മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയായിട്ട് മാറണം.
സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് മാറണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണം. ഈ ആഗ്രഹത്തോടുകൂടെ ഈ ഒരാഴ്ചക്കാലം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതവും കുടുംബവും സമൂഹവും നമ്മുടെ ദേശത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.